ഇത് കണ്ടോ, ഈ സാധനം കിടന്ന് ഈ 3 കൊച്ചു കിടുതാപ്പ് 6000 രൂപ. കൊടുത്തുവിട്ടെ, കൊടുത്തുവിട്ടെ, ചെറുതായിട്ട് കൊടുത്തുവിട്. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. എൻ്റെ പിറകെ ഈ കാണുന്നൊരു വാഹനം ബെലിനോ RS ആണ്. അതെ, 1 ലിറ്റർ GD എഞ്ചിൻ വരുന്ന, അതായത് ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ, സുസുക്കിയുടെ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വരുന്ന വാഹനമാണ് നിങ്ങൾ എൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു വാഹനം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത്. അപ്പം മൊത്തം കാണത്തില്ല, 2 or 3 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോസ് വരുന്നത്. ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പം കാണുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുണു സൗണ്ട് വരും. അത് എന്താ സൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് നിറത്തിയില്ല. ഓഫ് ചെയ്തോ, വണ്ടി ഓഫ് ചെയ്തേ. കൊടുത്തുവിട്ടെ, കൊടുത്തുവിട്ടെ, ചെറുതായിട്ട് കൊടുത്തുവിട്. ഈ ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിന് വരുന്നൊരു പ്രശ്നമാണ് ടർബോയിൽ നിന്ന് കുണുകുണുകുണ സൗണ്ട്. അത് എന്താ കേസ് എന്നുള്ളത് കാണിച്ചു തരാം. ഇവൻ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വരും എന്നുള്ളത് ഉറപ്പുള്ളൊരു കേസിട്ടാണ്. അത് കണക്ക് ഇതിലിപ്പം മൈലേജ് ഷോർട്ട് ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റമർ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഇട്ടുകൊണ്ടിരുന്ന വാഹനമാണ്. മൈലേജ് ഷോർട്ട് ഉണ്ട്, ഒരു പ്രാവശ്യം പ്ലഗ് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇളക്കി നോക്കാം. അതിനു മുമ്പ് ഈ ഒരു വാഹനത്തിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ആ ഒരു ശബ്ദം, അതായത് എന്ന് പറഞ്ഞ് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഓട്ടത്തിൽ അത് അതിഭീകരമായ രീതിയിൽ കേൾക്കും. പലയിടത്തും കാണിച്ചു, പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. CRD പോലെ വർക്കാവുന്ന ഒരു എഞ്ചിനാണ് എന്നുള്ളത്. ഇപ്പോൾ ഇതിന് വിറയലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെയും ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ ഒരു ശബ്ദം, അതായത് ഓട്ടത്തിൽ കലകല കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ നിന്നാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ടർബോയുടെ വേസ്റ്റ് ഗേറ്റ് വർക്കാവുന്ന ഭാഗം കംപ്ലൈൻ്റ് ആണ്. കണ്ടോ, CRD പോലെ വർക്കാവുന്ന ഒരു എഞ്ചിനാണ് എന്നുള്ളത്. ഇപ്പോൾ ഇതിന് വിറയലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെയും ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ ഒരു ശബ്ദം, അതായത് ഓട്ടത്തിൽ കലകല കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ നിന്നാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ടർബോയുടെ വേസ്റ്റ് ഗേറ്റ് വർക്കാവുന്ന ഭാഗം കംപ്ലൈൻ്റ് ആണ്. കണ്ടോ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യണം. സ്പാർക്ക് പ്ലഗ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 1, 2, 3 സിലിണ്ടറുകളിൽ 3 സ്പാർക്ക് പ്ലഗുകളാണ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിലാണ്. അപ്പം ഈ ഒരു 3 ഇഗ്നിഷൻ കോയിലും ഇളക്കി സ്പാർക്ക് പ്ലഗ് ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയും അതുപോലെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നതും ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വഴി വരുന്ന ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുന്നത്. ഇഗ്നിഷൻ കോയിൽ 1 ഇഗ്നിഷൻ കോയിൽ എന്നല്ല, ഇഗ്നേറ്റർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. 2 സ്പാർക്ക് പ്ലഗ് പോയി. കണ്ടാ ഇതിൻ്റെ കണ്ടീഷൻ കണ്ടാ. അതിൻ്റെ ടിപ്പൊക്കെ ഒരുമാതിരി വെള്ള കളറിൽ കത്തി ഒരുമാതിരി ഇരുന്നിട്ട് കാണാൻ പറ്റുമെന്ന് അറിയുമേ. ടിപ്പൊക്കെ ഒരുമാതിരി പോയിട്ടിതാ പ്ലഗ് മൊത്തം ലീക്കായി. കണ്ടാ
ഈ ഒരു പ്ലഗിൻ്റെ വില നിങ്ങൾക്കറിയോ? ഈ ഒരു പ്ലഗിന് ഒരെണ്ണം OEM വരുമ്പോഴത്തേക്ക് 2000 രൂപയാണ് വരുന്നത്. ഇതാണ്ടേ ഇതിൻ്റെ ഇറിഡിയം പ്ലഗാണ് ഈ കാണുന്നത്. ഈ ഒരു പ്ലഗിൻ്റെ കണ്ടീഷൻ കണ്ടോ? ഇത് ഫുള്ളും ലീക്കായി. ഇതിൻ്റെ ടിപ്പ് ഈ വീഡിയോയിൽ എത്രത്തോളം കൃത്യമായിട്ട് കിട്ടും എന്നെനിക്കറിയാൻ വയ്യ. ഈ ഒരു ടിപ്പൊക്കെ ഫുള്ളും ഇതിൻ്റെ എല്ലാ ടിപ്പും ഡാമേജാണ് കേട്ടോ. നല്ല രീതിയിൽ ഡാമേജാണ്. പ്ലഗ് മാറണം. 3 പ്ലഗ് 6000 രൂപ. ഈ 3 കൊച്ചു കിടുതാപ്പ് 6000 രൂപ. അടുത്തൊരു ചടങ്ങെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഇൻ്റർകൂളർ ഇളക്കിയെടുക്കണേ. അപ്പോൾ നമ്മൾ ഇൻ്റർകൂളർ ഇളക്കിയെടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഈ ഇൻ്റർകൂളറിലുള്ള ഓയിൽ നിങ്ങൾക്ക് കാണണം. ഇത് ഇത്രയല്ലേ വന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ താഴെ കാണുന്ന ഓയിൽ കണ്ട, താഴെ കാണുന്ന ഓയിൽ അത് മൊത്തവും നമ്മളെ ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇൻ്റർകൂളറിൽ നിന്ന് വീണ ഓയിലാണിതാ. ഇത്രയും ഓയിൽ ഇൻ്റർകൂളറിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടർബോ അഴിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോയി ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് സെറ്റാക്കിയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് ഇതാണ് OEM വരുന്നത്. ഈ ഒരു ഐറ്റമാണ് OEM വരുന്നത്. ഇത് OEM ഇട്ടില്ല എന്നുള്ളൊരു കുഴപ്പം. ഇതിപ്പം ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ OEM എന്നും പറഞ്ഞ് തന്നെ ഇത് 700 രൂപ, 650 രൂപ, 400 രൂപയ്ക്കൊക്കെ വേറെ ഇഗ്രീഡിയം പ്ലഗുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ സെയിം സാധനത്തിന് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെ പ്രശ്നം വരാനും 2000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിൻ്റെ ടിപ്പൊക്കെ പൊടിഞ്ഞുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത്, ഇത് OEM ഒറിജിനൽ ജപ്പാനാണ് കൊടുത്തേക്കുന്നത്, 2175 രൂപ. അതാണ്ടേ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ. അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് 2175 രൂപ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ വാങ്ങിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. നിങ്ങൾ സാധാ പ്ലഗ് എടുത്തിടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറഞ്ഞ ഇറിഡിയം പ്ലഗ് ഇടുകയാണെങ്കിലോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പെർഫോമൻസ് കിട്ടത്തില്ല. അത് കണക്ക് മൈലേജിൻ്റെ ഇഷ്യൂസ്, വണ്ടിക്ക് മിസ്സിങ്, കുടച്ചിൽ പ്രശ്നങ്ങളൊക്കെ കാണിക്കും. നമ്മൾ ഇട്ട് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി ഉറപ്പായിട്ട് ഈ കേസ് ഇട്ട് നിങ്ങളോട് പറയുന്നത്. ഇനി പറയുന്നത് വെച്ചാൽ ടർബോ ഇളകണം. ടർബോയുടെ ആ കലവല സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്താണ് ഇത്ര ശക്തമായിട്ട് കേൾക്കാനുള്ളതും കിട്ടിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ വിചാരിച്ചിരുന്നത് വെച്ചാൽ ആ ഒരു ഷാഫ്റ്റിൻ്റെ ഭാഗത്തിൻ്റെ ലൂസ് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ശബ്ദം വരുന്നത് എവിടെയാണെന്നുള്ളത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടർബോ ഇളക്കിയെടുത്തിട്ടുണ്ടേ. ഈ ഒരു ടർബോ വന്നിട്ട് ഒരു ലിക്വിഡ് കൂൾഡ് ടർബോ ആണ്. ഇനി നമുക്ക് നമ്മളെ വണ്ടിയുടെ MAP മാനിഫോൾഡ് ആബ്സല്യൂട്ട് പ്രഷർ സെൻസർ കൊടുക്കണം. താണ്ടി ഇവിടെ ഇരിക്കുകയാണ്. MAP സെൻസറിൻ്റെ അവസ്ഥ ഇതാണ് കണ്ടോ. ചെളിയായിട്ടോ അഴുക്കായിട്ടോ വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ചെറിയ രീതിയിൽ ആ ഒരു ഓയിലിൻ്റെയും അത് കണക്ക് കരിയുടെയും ചെറിയ അംശം കിട്ടുന്നുണ്ടോ. CRDI ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാം, അതിൽ വരുന്ന ഹൈ പ്രഷർ പമ്പിൻ്റെ കംപ്ലയിൻറ്റ് വന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതേ കണക്കൊരു ഹൈ പ്രഷർ പമ്പ് ഈ ഒരു വാഹനത്തിലും കമ്പനി നൽകിയിട്ടുണ്ട്. GD എഞ്ചിനിലെല്ലാം ഇത്തരത്തിലൊരു ഹൈ പ്രഷർ പമ്പ് ഉണ്ടായിരിക്കും. ഈ ഒരു ഹൈ പ്രഷർ പമ്പാണ് ഫ്യൂവലിന്, അതായത് പെട്രോളിനെ ഹൈ പ്രഷർ ചെയ്ത് ഇതിൻ്റെ കോമൺ റെയിൽ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കോമൺ റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കോമൺ റെയിലിലോട്ട് ഹൈ പ്രഷർ ചെയ്ത ആ ഒരു ഫ്യൂവൽ നേരെ ചെന്ന് ലോഡായിട്ട് നിൽക്കുന്നത് ഇഞ്ചക്ടറിലായിരിക്കും. ഇഞ്ചക്ടർ കൃത്യമായിട്ട് ECM സിഗ്നൽ വരുന്നതനുസരിച്ച് ടൈമിങ്ങിനനുസരിച്ച് എഞ്ചിൻ്റെ കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പെട്രോളിനെ സ്പ്രേ ചെയ്ത് കുടിക്കുകയാണ് ചെയ്തത്. ഇതിൽ വരുന്ന ആ ഒരു ചിലമ്പൽ സൗണ്ട്, കലകല ചിലമ്പൽ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ട് സൂക്ഷിച്ച് നോക്കിയേ. ഇത് കണ്ട ഈ ഒരു യൂണിറ്റ് ഇതിൻ്റെ ശബ്ദമാണ് മെയിനായിട്ട് കേൾക്കുന്നത്. ഇതിപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നൊരു ധാരണയില്ല. എന്തായാലും നോക്കാം, ഒന്ന് ഇളക്കട്ടെ. ഇളക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്താം. ഈ ഒരു ടർബോയുടെ വില വരുന്നത് ഏകദേശം 67,000 രൂപയാണ്. 89,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പം പ്ലഗ് 6,015 രൂപ പ്ലഗ്, 67,000 രൂപ. അപ്പം ഈ ഒരു ടർബോയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കലബല സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ ഇത് കണ്ട ഈ സാധനം കിടന്ന് നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ശബ്ദമാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഒരു ഷാഫ്റ്റിൽ ചെറുതായിട്ട് അങ്ങോട്ടോ പിടിച്ച് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവം ആ ഒരു ശബ്ദം കുറവ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു സൗണ്ട് ഓട്ടത്തിൽ നല്ല രീതിയിൽ കേൾക്കും. അത് കണക്ക് തന്നെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഉൾഭാഗം തേഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട്. ഇതിന് ഡ്രൈവ് കൊടുക്കുന്നത് ഈ ഒരു വേസ്റ്റ് ഗേറ്റ് യൂണിറ്റിന് WGT ആണ്, VGT അല്ല കേട്ടോ. ഇതിന് ഡ്രൈവ് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തോട്ടൊരു ഷാഫ്റ്റ് വരുന്നുണ്ട്. ആ ഷാഫ്റ്റ് വന്നിട്ടാണ് ഈ ഒരു ഡയഫ്രം യൂണിറ്റ് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു ഡയഫ്രം യൂണിറ്റ് ഈ ഒരു യൂണിറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും, അതായത്
ഈ ഒരു ഷാഫ്റ്റ് വന്ന് കയറുന്ന ഭാഗത്തും ഈ ഷാഫ്റ്റ് വന്ന് കയറുന്ന ഭാഗത്തും നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഡയഫ്രത്തിൻ്റെ ഷാഫ്റ്റ് വരുന്ന ഭാഗം നോക്കിയാൽ മൊത്തം ഓവലായിട്ടിരിക്കേണ്ട. ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടർബോയുടെ ഈ ഒരു യൂണിറ്റ് വർക്കാകത്തില്ല. അതായത് ECM എങ്ങനെയാണോ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഒരു ഔട്ട്പുട്ട് ഈ ഒരു ടർബോയിൽ നിന്ന് കിട്ടത്തില്ല. ഈ ഒരു ബൂസ്റ്റ് ജെറ്റിനെല്ലാം പൊതുവേ വരുന്നൊരു സംഭവമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നിങ്ങളെ വണ്ടി ബൂസ്റ്റർ ജെറ്റ് ആണെങ്കിൽ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പണി നിങ്ങൾക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഇത്രയും റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിന് ബാക്കിയൊരു ഭാഗം കൂടിയുണ്ട്. അതായത് നമ്മൾ ഇതെല്ലാം നന്നാക്കി സെറ്റ് ചെയ്ത് കയറ്റി കഴിയുമ്പോഴത്തേക്ക് എത്ര രൂപ ചിലവായി എന്തായതാണെന്നുള്ള ഡീറ്റെയിലും കൂടെ നമ്മൾ പറഞ്ഞുതരും. ഈ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഓക്കെയാണ്, നല്ലതാണ്, നിങ്ങൾക്ക് എടുത്താൽ വലിയ ചിലവൊന്നും വരത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട. ബൂസ്റ്റർ ജെറ്റ് എഞ്ചിന് അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പെയർ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പെൻസ് ആണ്. ഒരു നിശ്ചിത കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങും. അതിനനുസരിച്ചുള്ള പൈസയും നിങ്ങൾ ചിലവാക്കേണ്ടി വരും. ആലോചിച്ച് മാത്രം വാഹനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.